ഇതിൽ ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികൾ എല്ലാവരും ചർച്ച നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ അതിനൊപ്പം വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞൊരു കാര്യം വേണ്ടിവന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുമെന്ന് പറയുന്നത്. ആര് പറയുന്നു? വെള്ളാപ്പള്ളി നരേശൻ അല്പസമയം മുമ്പ് പറയുന്നത്. അതൊക്കെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളല്ല, ഞാനല്ലല്ലോ അന്വേഷണം പറഞ്ഞു. മൊത്തത്തിൽ വരുന്ന ഈ ഐക്യ ചർച്ചകൾ അതൊക്കെ ചർച്ചയാകുമോ? ഐക്യ ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ട് വരുമോ? അല്ല, അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് SNDP NSS ഐക്യത്തെ സംബന്ധിച്ചാണ്. മറ്റ് ഐക്യത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയില്ല. അത് നമുക്കതിന് അത് എങ്ങനെ വേണമെന്നോ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ നോക്കാമെന്നോ ആരും സംസാരിച്ചിട്ടില്ല. ഞങ്ങളിപ്പം പറയുന്നത് ഈ പുറമുള്ള സമുദായം എല്ലാവരും ഐക്യത്തോടെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റ് ഹൈന്ദവ സംഘടനകളോടെയും ഞങ്ങൾക്ക് ബന്ധമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ ഈ ഐക്യമാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ ഒരു പ്രശ്നം, ഒരു വാക്കുതർക്കം പോലും NSSുമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകുകയുമില്ല എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ തുറന്ന സമീപനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അദ്ദേഹം പറഞ്ഞു നല്ല നല്ല കാര്യമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ആളുകൾക്ക് അങ്ങോട്ട് തോന്നലുണ്ടായിട്ടുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ NSSനെതിരാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നൽ മാറാൻ ഇത് വളരെയധികം ഉപകരിക്കും. നേരത്തെ ഒരു ഘട്ടത്തിൽ സഖ്യം ഉണ്ടായതായിരുന്നു, അതിനകത്തിൽ സംസാരിക്കുകയും ചെയ്തായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അത് ഈ സംവരണമായിരുന്നു അതിൻ്റെ ബേസ്. ആ സംവരണത്തിൻ്റെ വിഷയം ഇപ്പോൾ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം രണ്ട് ഭാഗത്ത് നിന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജാതി സെൻസസ് വിഷയത്തിൽ NSS നേരത്തെ എടുത്ത നിലപാട് ഇപ്പം അതൊന്നും ഞാൻ പറയാൻ വയ്യ. നിങ്ങളെല്ലാം കൂടി ചോദിക്കാതെ. ജാതി സെൻസസിൻ്റെ ഒക്കെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കയറി അതൊന്നും ഇപ്പോൾ കയറി ചോദിക്കണ്ട. നമ്മൾ NSSൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് നേരത്തെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തുറന്ന സമീപനത്തോട് ഇനി വരുന്ന കാലത്തിലുള്ളത് രാഷ്ട്രീയ സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ചർച്ച ചെയ്യും. അതിൽ NSSന്റെ നിലപാടാണ് പ്രാധാന്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അതൊക്കെ ഞങ്ങൾ അടിസ്ഥാന മൂല്യങ്ങൾ NSS പറഞ്ഞത് രാഷ്ട്രീയ കാര്യമൊക്കെ ഉൾപ്പെടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇപ്പോൾ സമദൂരം തന്നെയാണ്. അതാരുമായിട്ട് ചർച്ച ചെയ്ത് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമില്ല. ആ ഒരു സമീപനം ആ സമീപനത്തോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നു. അല്ലെങ്കിൽ ഞങ്ങളതിൽ കൂടെ പോകും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകും. അത് ഐക്യത്തിൽ തടസ്സമാകുകയും ആ നിലപാട് വന്നാലും ഈ സമദൂരം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കുമെന്നാണോ പറയുന്നത്? എന്നല്ലെന്ന് NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്. ഇപ്പം NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ 3-4 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. അതിന് കോട്ടം വരുന്ന തരത്തിൽ ഒരു ഇത് ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനകത്ത് രാഷ്ട്രീയവും ഒക്കെ ഉൾപ്പെടും, മതസൗഹാർദ്ദവും രാഷ്ട്രീയവും എല്ലാം ഉൾപ്പെടും. എല്ലാ മതങ്ങളോടും എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടാണ് ഞങ്ങൾ എടുക്കാനുള്ള ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന് പ്രധാനം അതാണ്. ഞങ്ങൾ ഏതെങ്കിലും മതത്തിനോട് വഴക്കിന് പോയിട്ടുണ്ടോ? ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതെങ്കിലും SNDP NSSൻ്റെ ഐക്യം ആ നേരത്തെ വന്നപ്പോൾ ഈ ഒരു വിഷയം നിന്നതുകൊണ്ട് ആ കാര്യത്തിലല്ലാതെ ഞങ്ങൾ ആരോടും ഒരു ഗുസ്തിക്കും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരോടും ഒരുപോലെ സൗഹാർദ്ദം ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിലൊന്ന്.